വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലാണെങ്കിൽ ഈ കുട്ടികളിങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് വിഷ്ണു പറയുന്നുണ്ട്, നിങ്ങൾ മിണ്ടിയും പറയുകയും ചെയ്തില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോവുകയാണ്, എനിക്കിങ്ങനെ മിണ്ടാതിരിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ ഇക്ലിയൊക്കെ ആക്കുന്നുണ്ട്. അന്നേരം ചിരിക്കുകയാണ് അവർ. അന്നേരം നിങ്ങളുടെ ചിരി കൊണ്ട് വീട് മൊത്തം സന്തോഷിക്കണം, കുലുങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ ശാരദാമ്മ വരികയാണ്. അച്ഛനും മക്കളും കൂടി ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ മതിയോ, ഞാൻ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, എനിക്ക് വേണ്ട, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം, ഇവർക്ക് 2 പേർ കൂടെ എടുത്ത് വെച്ചാൽ മതി എന്ന് പറയുകയാണ്. അന്നേരം ഞങ്ങൾക്ക് വേണ്ട എന്ന് സത്യയും പറയുന്നുണ്ട്, പപ്പിയും പറയുകയാണ്. അന്നേരം വിശപ്പില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ശാരദാമ്മ, എല്ലാം അവിടെ റെഡിയല്ലേ, ഇന്ന് ഭക്ഷണം അവർക്ക് വാരി കൊടുക്കുന്നത് ഞാനാണെന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട എന്നൊക്കെ കുട്ടികൾ പറയുന്നുണ്ട്. അന്നേരം 2നെയും കൊണ്ട് ഞാൻ കഴിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് 2 പേരെയും കൂടി എടുത്തുകൊണ്ട് പോവുകയാണ് വിഷ്ണു പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക്. അച്ഛൻ്റെ മക്കൾക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് 2 പേരും കസേരയിലേക്ക് ഇരുന്നേന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ഇരുത്തുകയാണ്. എന്നിട്ട് പിന്നെ ഞാനാണ് വാരി തരുന്നത്, അതിനാണ് ഞാൻ വീട്ടിൽ പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നത്, 2 പേരും 10 ഉരുള വെച്ച് കഴിച്ചാൽ മതി എന്ന് പറയുകയാണ്. അന്നേരം സത്യം പറയുകയാണ്, 10 5 അത്രേ കഴിക്കൂ എന്ന് പറയുകയാണ്. 5 എങ്കിൽ 5 എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. പക്ഷേ ഭക്ഷണം വാരി തരുന്നത് ഞാനല്ല, കാക്കച്ചിയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം കാക്കച്ചിയോ എന്നും പറഞ്ഞ് കുട്ടികൾ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്. അന്നേരം കണ്ണടച്ചിരുന്നോളൂ, ഞാൻ വാരി ഇപ്പോൾ കൊണ്ടുവരും, കാക്കച്ചിതേ പുളിശ്ശേരിയൊക്കെ കൂട്ടി കുഴയ്ക്കുകയാണെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഭക്ഷണം ഇങ്ങനെ കഴിച്ച് അപ്പം ശാരദാമ്മ വിളമ്പി കൊടുക്കുന്നുണ്ട്. ശ്യാമ അടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. തുടർന്ന് ആദ്യം പപ്പിമോൾക്കാണെന്ന് പറഞ്ഞിട്ട് അടയ്ക്കണം, തുറക്കരുതെന്ന് പറഞ്ഞിട്ട് പപ്പിമോൾക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി സത്യമോൾക്ക് എന്ന് പറഞ്ഞിട്ട് വായിൽ വെച്ച് കൊടുക്കുകയാണ്. തുടർന്ന് തമാശയൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു 2 കുട്ടികൾക്കുമായിട്ട് ഭക്ഷണം ഇങ്ങനെ വാരി കൊടുക്കുന്നുണ്ട്. അന്നേരം കുട്ടികളുടെ ആ ഒരു പേടിയും അതൊക്കെ ഒന്ന് മാറുന്നുണ്ട്, ആ നേരത്തെ അവസ്ഥയൊക്കെ മാറുകയാണ്. അന്നേരം ശ്യാമ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, എൻ്റെ മക്കൾ ഇപ്പോഴാണൊന്ന് ചിരിച്ച് കണ്ടതെന്ന്. അന്നേരം ശ്യാമയും പറയുകയാണ്, അവരുടെ പേടിയൊക്കെ കുറേശ്ശെയൊക്കെ ഒന്ന് പോയെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. തുടർന്ന് വീണ്ടും ഭക്ഷണം വിഷ്ണു ഇങ്ങനെ വാരി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾ കഴിക്കുന്നുണ്ട്. ഈ സമയത്ത് ശാലിനി തിരികെ എത്തുന്നുണ്ട്. ശാലിനിയുടെ കൂടെ രോഹിത് എത്തുന്നുണ്ട്. അവരങ്ങോട്ട് അകത്തേക്ക് കയറി വരുമ്പോൾ പിന്നെ സത്യമാണെങ്കിൽ അമ്മയെന്നും പറഞ്ഞ് ചെല്ലുന്നുണ്ട്, ചേച്ചി അമ്മയെന്നും പറഞ്ഞ് പപ്പിയും ചെല്ലുകയാണ്. അന്നേരം മക്കൾ പേടിച്ചു പോയോ എന്ന് ചോദിക്കുകയാണ്. ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയുകയാണ്. അന്നേരം അച്ഛനാണ് ഞങ്ങളെ വന്ന് രക്ഷിച്ചതെന്ന് സത്യ പറയുമ്പോൾ അവന്മാർക്ക് നല്ല ഇടിയും കൊടുത്തു എന്നിങ്ങനെ പപ്പിയും പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, 2 പേർക്ക് നല്ല മടിയായിരുന്നു, കുളിക്കാൻ വരെ മടിയായിരുന്നു, ഭക്ഷണമൊക്കെ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാണ്. പിന്നെ വിഷ്ണു ആണ് ഈ വിധത്തിൽ ഒരുവിധം ഒപ്പിച്ചെടുത്തത്, കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. അന്നേരം കഴിച്ചു തീർന്നില്ലല്ലോ, 2 പേരും കൂടി ചെന്നിരിക്കുക എന്നിങ്ങനെ പറയുകയാണ്. വിഷ്ണു രോഹിത്തിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ രോഹിത്തൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. തുടർന്നാണെങ്കിൽ പിന്നെ രോഹിത്തിനോടും ഇരിക്കാൻ പറയുകയാണ്. ശാരദാമ്മ പറയുന്നുണ്ട്, രോഹിത്ത് ഇരിക്ക് എന്ന് പറയാം, ശ്യാമയെ വിളമ്പി കൊടുക്കുമെന്ന് പറയുമ്പോൾ രോഹിത്ത് കൈ കഴുകാനായിട്ട് പോകുന്നുണ്ട്. തുടർന്ന് രജിസ്ട്രേഷൻ്റെ കാര്യം എന്തായി എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ അത് നടന്നില്ല അമ്മേ, മറ്റൊരു ദിവസമേ നടക്കുകയുള്ളൂ, ആ രജിസ്ട്രാർ അത് സ്ട്രിക്റ്റ് ആണ്, പിന്നെ അച്ഛൻ്റെ ആ ഒരു ഓർമ്മ കുറവുണ്ട്, ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താനായിട്ടും കഴിഞ്ഞില്ല, ഇനി അച്ഛൻ ഇങ്ങനെ വെച്ചുകൊണ്ട് നിന്നാൽ അസുഖം കൂടുതൽ വഷളാവത്തേ ഉള്ളൂ, നമുക്ക് എന്തെങ്കിലും ഉടനെ ചെയ്യണം വിഷ്ണു ഏട്ടാന്നിങ്ങനെ പറയുമ്പോൾ ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണുവിനാകപ്പാടെ ഒരു വിഷമം വരുന്നുണ്ട്. അന്നേരം ഈ സത്യ ചോദിക്കുകയാണ്, അച്ഛാ കാക്കച്ചി എവിടെ പറന്നു പോയോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ ശബ്ദം അങ്ങോട്ട് ഇടറുന്നുണ്ട്. പക്ഷെ വിഷ്ണു പറയുകയാണ്, പറന്നൊന്നും പോയിട്ടില്ല, ഉരുളയുമായിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് പപ്പിക്കും സത്യയ്ക്കും ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് രോഹിത് ആണെങ്കിൽ കൈ കഴുകിയിട്ട് വന്നിരിക്കുന്നുണ്ട്. ശ്യാമ ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, വീണ്ടും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വേണ്ട, സത്യ വേണ്ടെന്ന് പറയുകയാണ്. അന്നേരം എങ്കിൽ എൻ്റെ പപ്പിമോള് കഴിക്കുന്ന നോക്കിയെന്ന് പറഞ്ഞ് പപ്പിക്ക് കൊടുക്കുമ്പോൾ പപ്പിയും വേണ്ടെന്ന് പറയുകയാണ്. 2 പേരും മതിയാക്കിയോ എന്ന് ചോദിക്കുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ പറയുന്നുണ്ട്, ശ്യാമയെ നീയും കൂടെ ഇരിക്കുക, രോഹിത്തിന് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ കൊടുക്കാമെന്ന് പറയുകയാണ്. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന അവസരം കിട്ടുന്നതല്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ സാവധാനം കഴിച്ചോളാം അമ്മയെന്ന് ശ്യാമ പറയുന്നുണ്ട്. തുടർന്ന് ഈ കുട്ടികളോട് കൈ കഴുകാനായിട്ട് പറയുകയാണ്, മതിയെങ്കിൽ മതി എന്ന് പറഞ്ഞിട്ട്. തുടർന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്, അല്ല കാക്കച്ചിക്ക് ഭക്ഷണം വേണ്ടേന്ന് ചോദിക്കുകയാണ്. അന്നേരം വേണ്ടാന്നിങ്ങനെ പറയുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങില്ലല്ലോ, ഇവിടുത്തെ ഭക്ഷണം ഇറങ്ങില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, ഇത്രയും വൈകില്ലേ മോനെ, കുറച്ച് കഴിച്ചിട്ട് പോകും, അവളുടെ ഒരു സന്തോഷത്തിനെങ്കിലും എന്ന് പറയുമ്പോഴാണ് ശാലിനി പറയുന്നത്, ഇവിടുത്തെ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ആരും കഴിക്കുകയെന്ന് വേണ്ടാന്ന് പറഞ്ഞ് പിണക്കത്തോടെ ശാലിനി ഇങ്ങനെ പറയുമ്പോൾ ശാരദാമ്മയെ നോക്കി ചിരിച്ചിട്ട് വിഷ്ണു ഇങ്ങനെ പയ്യെ പറയുകയാണ്, പിണങ്ങി എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് ഈ കുട്ടികൾ അങ്ങ് കൈ കഴുകാനൊക്കെ പോകുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ പറയുന്നുണ്ട്, എല്ലാവരും കൂടി ഇത് എല്ലാവരും ഉണ്ടാകുമെന്ന് കരുതി ഞാൻ അധികം ഉണ്ടാക്കിയിട്ടുണ്ട്, ഹോട്ടൽ പണിക്ക് ഇടയ്ക്ക് ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ ഇതെല്ലാം അപ്പുറത്തെ പശുവിന് കൊടുക്കാനേ രാവിലെ എനിക്ക് അതിൻ്റെ പുറകെ കൊണ്ട് ഓടാനൊന്നും വയ്യ എന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, അതെ അത് അവിടെ ഇരുന്ന് മൊത്തം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ശാലിനിയെ നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ശാലിനി പറയുന്നുണ്ട്, ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോയിട്ട് സത്യാമ്മയുടെ ഭക്ഷണം അവിടെ ചെന്നിട്ട് കഴിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് പോകാമല്ലേ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, നമ്മൾ അച്ഛനെ തിരിച്ചു കൊണ്ടാക്കാനായിട്ട് പോയപ്പോൾ സത്യാമ്മ നല്ല ചൂടിലായിരുന്നു, അതുകൊണ്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നുണ്ട്.
തുടർന്ന് ശാരദാമ്മ സംശയം ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ സ്വത്തുക്കൾ തിരിച്ചെഴുതാത്ത സ്ഥിതിക്ക് അവർ ഇനിയും കുട്ടികളെ ഉപദ്രവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, പെട്ടെന്ന് പക്ഷെ അവർ ഒന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല, പക്ഷെ നമ്മൾ കരുതിയിരിക്കണമെന്ന് പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, പ്രത്യേകിച്ച് രോഹിത് എന്ന് പറയാണ്, രോഹിത് കളം മാറ്റി ചവിട്ടിയ സ്ഥിതിക്ക് ഒന്നുകൂടി കരുതിയിരിക്കണമെന്ന് പറയുമ്പോൾ അതെ അവർ പ്രതികരിക്കും, അത് കരുതി തന്നെയാണ് ഞാനും നടക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമ്മ എൻ്റെ ദൈവമേ ഇനി എന്തൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് വിഷമിക്കുന്നുണ്ട്. പക്ഷെ വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കിയിരിക്കുകയാണ്. ഇതേ സമയം അവിടെ നൂർജഹാന്റെ വീട്ടിലാണെങ്കിൽ നൂറിങ്ങനെ വിഷമിച്ച് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അവിടെ നസീറിന്റെ വായ്പയൊക്കെ കല്യാണം നടത്തും എന്നൊക്കെ കുറിച്ച് ആലോചിച്ചാണ് കുട്ടി വിഷമിച്ച് നടക്കുന്നത്. ഈ സമയത്ത് നസീറിന്റെ വാപ്പയും കൂടി പുറത്തെവിടെ പോയിട്ട് കുറേ തുണികളും ആഭരണങ്ങളും ഒക്കെ ആയിട്ട് തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് സുബൈദയെ വിളിക്കുകയാണ്. എന്നിട്ട് നൂറിനെ വിളിക്കാൻ പറയുന്നുണ്ട്. ഇതൊക്കെ അവൾക്ക് വേണ്ടി വാങ്ങിച്ചതാണെന്ന് പറയുമ്പോൾ അവൾ കിടക്കുകയാണ് എന്ന് പറയുമ്പോൾ ഈ സമയത്ത് എന്താ ഒരു കിടത്തം എന്നിങ്ങനെ നസീർ ചോദിക്കുന്നുണ്ട്. അന്നേരം തലവേദന മറ്റേ ആണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ അവളാണ് ഇപ്പോൾ നമുക്ക് തലവേദന എന്ന് നസീറിന്റെ വാപ്പ പറയുന്നുണ്ട്. അന്നേരം ഈ സംസാരം കേട്ടുകൊണ്ട് നൂറാണെങ്കിൽ ഉള്ളിൽ നിന്ന് അകത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ഇതൊക്കെ അവൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ്, അങ്ങോട്ട് കല്യാണത്തിന് ഇടാനുള്ള ഡ്രസ്സുകളാണ്, ഇട്ട് നോക്കണം, പാകമാണോ നോക്കണം, അല്ലെങ്കിൽ മാറ്റി വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് കൊടുക്കും നസീർ എന്ന് പറയുമ്പോൾ നസീർ ഈ കവറെല്ലാം കൂടെ എടുത്ത് നൂറിന് നേരെ നീട്ടുകയാണ്. പക്ഷെ നൂറ് വാങ്ങുന്നില്ല, ഇങ്ങനെ എന്നെ നോക്കി നിൽക്കുകയാണ്. അന്നേരം വാങ്ങ് എന്നിങ്ങനെ പറയുമ്പോഴും നൂറ് വാങ്ങുന്നില്ല. അവസാനം സുബൈദ അതങ്ങ് വാങ്ങിയിട്ട് ഇങ്ങ് തന്നേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വാങ്ങുകയാണ്. തുടർന്ന് ആഭരണത്തിന്റെ ആ കവർ എടുത്തിട്ട് അത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് കാണിക്കുകയാണ്. ഇതെല്ലാം കല്യാണത്തിന് ഇടാനുള്ള ആഭരണങ്ങളാണ്. പുതിയ ഡിസൈൻ കടയിൽ പറഞ്ഞ് നസീർ തന്നെയാണ് എല്ലാം സെലക്ട് ചെയ്തത്. എല്ലാം കൂടി ഇട്ട് നോക്കണം, ഇനിയിപ്പോൾ ഡിസൈൻ ഇതല്ല എങ്കിൽ പിന്നീട് നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് മാറ്റി വാങ്ങാം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വീണ്ടും ഈ നൂറിങ്ങനെ മിണ്ടാതെ തന്നെ നിൽക്കുന്നത് കണ്ടിട്ട് നസീറിന്റെ വാപ്പ പറയുന്നുണ്ട്, ഇത്രയുമൊക്കെ പറഞ്ഞിട്ടും കണ്ടോ സുബൈദ, അവൾക്കൊരു കുലുക്കം ഇല്ലല്ലോ, അവളുടെ നന്മ ആഗ്രഹിച്ചല്ലേ നമ്മൾ പറയുന്നതെന്ന് പറയുമ്പോൾ ആ നന്മ എനിക്ക് വേണ്ട എന്നിങ്ങനെ പെട്ടെന്ന് നൂറ് പറയുകയാണ്. അന്നേരം നസീർ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. വാപ്പയോട് തർക്കുത്തരം പറയുന്നു എന്ന് പറഞ്ഞിട്ട്, മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ഞാൻ ആരാണെന്ന്, എൻ്റെ സ്വഭാവം എന്താണെന്ന് നീ അറിയുമെന്ന് പറയുകയാണ്. അന്നേരം അത് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കല്യാണം വേണ്ട എന്നുള്ളത്. അന്നേരം പിന്നെ നിനക്ക് എന്താ വേണ്ടതെന്നിങ്ങനെ നസീറിന്റെ വാപ്പ ചോദിക്കുമ്പോൾ എനിക്ക് പഠിക്കണമെന്ന് പറയും. അന്നേരം പഠിച്ചോ, കല്യാണം കഴിഞ്ഞിട്ടും പഠിക്കാമല്ലോ, കല്യാണം കഴിഞ്ഞിട്ട് പരീക്ഷ എഴുതുകയും പഠിക്കുകയും ചെയ്യുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ നീയും പഠിച്ചോ, അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് പഠിപ്പിച്ചില്ല എന്നുള്ളൊരു പരാതി വേണ്ട എന്ന് പറയുക. അന്നേരം അങ്ങനെയല്ല, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കോഴ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഞാനാണ്, അതനുസരിച്ച് നടത്തൂ എന്നിങ്ങനെ പിന്നെ നസീറിന്റെ വാപ്പ പറയുകയാണ്. അന്നേരം നൂറിന് ആകെ അങ്ങ് വിഷമം വരുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുമില്ല, മാമിയെങ്കിലും ഒന്ന് പറയുമെന്ന് പറഞ്ഞിട്ട് ഈ നൂറിന് കരച്ചിലടക്കാനായിട്ട് സാധിക്കുന്നില്ല. അന്നേരം സുബൈദയ്ക്ക് അങ്ങ് വിഷമം വരികയാണ്. അന്നേരം നൂറാണെങ്കിൽ അങ്ങ് അകത്തേക്ക് കരഞ്ഞുകൊണ്ട് ഓടി പോകുന്നുണ്ട്. സുബൈദ ചോദിക്കുകയാണ്, അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, പിന്നെ നടത്താമെന്ന് പറയുമ്പോൾ പിന്നെ എപ്പോഴെന്ന് പറയുകയാണ്. അവൾ പഠിക്കട്ടെ, പഠിത്തം കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാമെന്ന് പറയുമ്പോൾ നീയാണ് ഇവൾക്ക് ഇത്രയും വളം വെച്ച് കൊടുക്കുന്നത്, മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ രണ്ടിനെയും കൂടി അടിച്ച് പുറത്താക്കും ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ നടത്തൂ എന്ന് പറഞ്ഞിട്ട് നൂറ് ആ സമയം റൂമിനകത്ത് പോയിരുന്ന് അങ്ങ് കരയുകയാണ്. ഈ നസീറിന്റെ വാപ്പ വീണ്ടും റൂമിലേക്ക് ചെന്നിട്ട് നൂറിനോട് പറയുന്നുണ്ട്, നിന്റെ വാപ്പ തളർന്ന് കിടക്കുകയാണ്, ഇവിടെ കാര്യങ്ങൾ നോക്കാനൊന്നും ആരുമില്ല, എനിക്ക് തിരിച്ചു പോവുകയും വേണം, അതിന് മുമ്പേ എനിക്ക് എൻ്റെ മകൻ്റെ കല്യാണം നടത്തണം, അത് ഞാൻ നടത്തുകയും ചെയ്യും, നടത്തിയിട്ടേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് നിനക്ക് കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഈ നൂറിൻ്റെ അടുത്ത് നിന്ന് നസീറിന്റെ വാപ്പ അങ്ങ് തിരിച്ച് റൂമിലേക്ക് പോകുന്നുണ്ട്. അന്നേരം സുബൈദ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം ഈ നസീറിന്റെ വാപ്പയാണെങ്കിൽ നേരെ സുബൈറിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം കടലിനടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, നസീറിന്റെയും നൂറിന്റെയും കല്യാണം ഞാൻ നടത്താൻ പോവുകയാണ്, എതിർപ്പൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഈ സുബൈർ ഇങ്ങനെ നസീറിന്റെ വാപ്പയെ തന്നെ നോക്കുന്നുണ്ട്. അന്നേരം എതിർപ്പുണ്ടെങ്കിലും അത് ഞാൻ നടത്തും എന്നിങ്ങനെ പറഞ്ഞിട്ട് നസീറിന്റെ വാപ്പ അങ്ങ് റൂം വിട്ട് പോകുന്നുണ്ട്. അന്നേരം ആകെ വിഷമിച്ച് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് സുബൈർ കിടക്കുകയാണ്. അതേസമയം റൂമിനകത്തിരുന്നങ്ങ് പൊട്ടി കരയുകയാണ് നൂറും. ഇതേസമയം വിഷ്ണു ആണെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ച് എഴുന്നേറ്റ ശേഷം അങ്ങനെ ഹാളിൽ നിൽക്കുകയാണ്. ശാലിനിയോട് പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ പോട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം നിൽക്കാൻ പറയാനുള്ള അവകാശമൊന്നും എനിക്കില്ലല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ ശാലിനി ഇങ്ങനെ പിണക്കത്തിൽ പോലെ നിൽക്കുകയാണ്. വിഷ്ണുവിന് അങ്ങ് ചിരി വരുന്നുണ്ട്. ഈ ഒരു കളക്ടറാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ, ഞാനൊരു സാധാരണ പെൺകുട്ടി തന്നെയാണ്, എനിക്കും പരാതിയും പരിഭവങ്ങളും ഒരു മനസ്സും ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ തനിക്ക് അറിയാമല്ലോ കാര്യങ്ങൾ വീട്ടിലെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നമുക്ക് എല്ലാം കലങ്ങി തെളിയുന്ന ഒരു ദിവസം വരും, അന്ന് നമ്മളെല്ലാവരും കൂടി ഒരു കുടുംബം, നമ്മൾ മക്കളും ഒക്കെ ആയിട്ട് താമസിക്കും
എന്നിങ്ങനെ പറയുമ്പോൾ അതിനി എന്നാണാവോ ഉടയ തമ്പുരാൻ എന്നെ അങ്ങ് മുകളിലോട്ട് എടുക്കുന്നതിന് മുന്നേ കാണുമെന്നും പറഞ്ഞ് ശാലിനി വീണ്ടും പരിഭവം നടിക്കുകയാണ്. അന്നേരം ഇതാണ് നാട്ടിൻപുറത്തെ ശാലിനി ചേച്ചി, കണ്ടില്ലേ എന്നും പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ കളിയാക്കുകയാണ്. അന്നേരവും ശാലിനി ഇങ്ങനെ പരിഭവം കാണിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ വിഷ്ണു ഇങ്ങനെ 2 കൈ കൊണ്ട് ഇങ്ങനെ കരവലയത്തിനാക്കി ചേർത്ത് പിടിക്കുന്നു. എന്നിട്ട് ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാനൊക്കെ പോകുമ്പോൾ അമ്മ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ശാരദാമ്മ അവിടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം ഇവരിങ്ങനെ പരസ്പരം അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അന്നേരം ശാരദാമ്മ കണ്ടുകൊണ്ട് തന്നെയാണ് വരുന്നത്. എന്നിട്ട് ഞാൻ ഇറങ്ങുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ 2 പേരോടും കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. നിങ്ങൾ അവിടെ ഇവിടെയുമായിട്ട് എത്ര കാലമാണ് ഇങ്ങനെ നിങ്ങളുടെ ജീവിതം മാറ്റി നിർത്തുന്നത്? നിങ്ങൾക്കൊരു കുടുംബമായിട്ട് ഒന്നിച്ച് താമസിക്കണ്ടേ? ഇപ്പോൾ പപ്പിയെ മാറ്റി നിർത്തിയാലും സത്യയുടെ അച്ഛനും അമ്മയും നിങ്ങളാണെന്നുള്ള അവൾക്ക് അറിയാമല്ലോ. അവളുടെ കൂട്ടുകാരികളുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാണ് അച്ഛനും അമ്മയും ഇങ്ങനെ 2 സ്ഥലത്താണോ താമസിക്കുന്നത്? അവൾക്കും കാണില്ലേ അച്ഛനോടും അമ്മയോടും ഒക്കെ താമസിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം എന്നിങ്ങനെ പറയുമ്പോൾ 2 പേർക്കും വിഷമം വരുന്നുണ്ട്. അന്നേരം മോൾ അങ്ങനെ വല്ലതും പറഞ്ഞോ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം എന്തിനാ പറയുന്നത്? അവളുടെ ഭാഗത്തുനിന്നും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകാവുന്നതല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് കുട്ടികൾ കൊടുക്കേണ്ട വാത്സല്യം കുട്ടികൾക്ക് കൊടുക്കുക തന്നെ വേണം എന്ന് പറയുകയാണ്. അന്നേരം ശാരദാമ്മ എന്തായി പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മക്കളെയും കൂട്ടി ഒരു ടൂറിന് എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു ഇതിങ്ങനെ നോക്കുകയാണ്. അന്നേരം നിങ്ങളും മക്കളും മാത്രമായിട്ട് ഒരു കുറച്ച് ദിവസം എന്നിങ്ങനെ പറയുമ്പോൾ ഒരു പാർക്കും വാട്ടർ തീം പാർക്കൊക്കെ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഫിലിം എന്ന പോലെ കാണിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, അപ്പോൾ ടൂർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ദിവസം മാറി നിൽക്കേണ്ടി വരില്ലേ എന്ന്. അന്നേരം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്നാ ജീവിച്ചിട്ടുള്ളത്? വലിയ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾക്ക് സമയം നീക്കി വയ്ക്കാൻ ഒരുപാടുണ്ട്. സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് സമയമില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണുവിനും ശാലിനിക്ക് ഇങ്ങനെ തലവനിച്ച് നിൽക്കുന്നേ ഉള്ളൂ. കുട്ടികൾക്ക് ആ 5-ാമത്തെ വയസ്സിലും 6-ാമത്തെ വയസ്സിലും ഒക്കെ കൊടുക്കേണ്ട വാത്സല്യം 16-ലും 18-ലും ഒക്കെ കൊടുക്കാൻ ചെന്നാൽ അവർക്ക് അപ്പോഴും വേറെ അവകാശികളുണ്ടാവും. അന്ന് അവരുടെ മുറിക്ക് പുറത്ത് മാത്രമായിരിക്കും നിങ്ങളുടെ സ്ഥാനം. അന്ന് ഇതൊക്കെ ഓർത്ത് വിഷമിക്കാൻ മാത്രമേ നിങ്ങളെ കൊണ്ട് കഴിയുകയുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. ഇങ്ങനെ പോയാൽ നിങ്ങൾ ഒരിടത്തും ഇങ്ങനെ 2 അറ്റത്തായിട്ട് ജീവിക്കാനേ പറ്റുകയുള്ളൂ എന്ന് പറയുകയാണ്. ഇനി ബാക്കിയൊക്കെ നിങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ ഒന്നുകൂടി തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ ഇങ്ങനെ പോയാൽ നിങ്ങൾ 2 പേരും 2 അറ്റത്ത് പോലെ ജീവിക്കും. അവസാനം സ്വന്തം ജീവിതം പാഴാക്കിയതോർത്ത് വിധിയെ പഴിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്കും പങ്കുചേരാനേ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇത് ഒരു സ്ഥലത്തും എത്തില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാരദാമ്മ അങ്ങ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, വിഷ്ണുവേട്ട അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. ഒരു യാത്ര പോയാൽ കുട്ടികൾക്ക് കുറച്ച് സന്തോഷമൊക്കെ ഉണ്ടാവും. നമുക്ക് വേണ്ടി ജീവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ ശരിയാണല്ലോ, വീട്ടിൽ എന്ത് പറയും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വിഷ്ണു സോഫയിലേക്ക് ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ശരിയാക്കുക, കുട്ടികൾക്കും അതൊരു സന്തോഷമാവും എന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്കുണ്ട്. കുറച്ച് ദിവസം മാറി നിൽക്കണം, സന്തോഷിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ എൻ്റെ ചിന്ത മുഴുവൻ അച്ഛനെ കുറിച്ചാണ്. അച്ഛൻ്റെ രോഗം എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ മകനാണെന്നുള്ളത് പോലും അച്ഛൻ മറന്നു പോകും. നമുക്ക് ശരിയാക്കാം എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണു ഇരിക്കുന്നുണ്ട്. ഇതേസമയം നൂറാണെങ്കിൽ അവിടെ റൂമിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഇവരെല്ലാവരും കൂടി എൻ്റെ കല്യാണം നടത്തും, എൻ്റെ ഉമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഇത് നടത്തില്ലായിരുന്നു, എൻ്റെ വാപ്പച്ചിക്കാണെങ്കിൽ സഹായിക്കാനും പറ്റുന്നില്ല, എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ പടച്ചോനെ എന്നൊക്കെ പറഞ്ഞ് നൂറിങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ കട്ടിലിരിക്കുമ്പോൾ പുറത്താണെങ്കിൽ അനൂപ് എത്തുന്നുണ്ട്. അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പക്ഷേ പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അനൂപ് വന്ന് ഈ നൂറിൻ്റെ റൂമിൻ്റെ ജനാലയിൽ നിൽക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അതിനെ ആരെങ്കിലും കാണുമോ എന്നുള്ളതാണ്. പക്ഷെ മിക്കവാറും ഈ അനൂപാണെങ്കിൽ സുബൈദയുടെ സഹായത്തോടെ തന്നെ നൂറിൻ്റെ ആ ഒരു രജിസ്റ്റർ മാരേജ് നടത്തും. അപ്പോൾ പിന്നെ വേറെ ആർക്കും കല്യാണം നടത്താനായിട്ട് സാധിക്കില്ലല്ലോ. പിന്നീട് നൂറിൻ്റെ ഇഷ്ടം പോലെ പഠിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. അതൊക്കെ ആയിരിക്കും നടക്കുന്നത്. പിന്നെ ഇവരിനി ടൂറിന് പോകുന്ന ആ ഒരു സീനൊക്കെയാണ്. അതൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.